ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. 12 വയസ്സുകാരിയെ മദ്രസയിൽ വെച്ച് ലൈംഗികാതിക്രമത്തിനിരയാക്കി മദ്രസാധ്യാപകന് 14 വർഷം കഠിന തടവ്. പോക്സോ കേസിൽ മദ്രസാധ്യാപകന് 14 വർഷം കഠിന തടവ്. കിദൂർ സ്വദേശി അബ്ദുൽ ഹമീദിനെയാണ് ഹോസ്ദുർഗ് പോക്സോ കോടതി ശിക്ഷിച്ചത്. 12കാരിയെ മദ്രസയിൽ വച്ച് ലൈംഗികാതിക്രമത്തിനിരയാക്കിയെന്നാണ് കേസ്. 2023 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം. നവംബർ മാസം ആദ്യം മുതൽ പല ദിവസങ്ങളിൽ മദ്രസ ക്ലാസ് മുറിയിൽ വെച്ച് ക്ലാസ് എടുക്കുന്നതിനിടെ അധ്യാപകനായ പ്രതി ഗൌരവതരമായ ലൈംഗികാതിക്രമം നടത്തി എന്നാണ് കേസ്. കുമ്പള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ സബ് ഇൻസ്പെക്ടറായിരുന്ന അനീഷ് വി കെ ആണ്. പ്രോസിക്യൂഷന് വേണ്ടി ഹോസ്ദുർഗ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ എ ഹാജരായി. സേവനം തുടങ്ങി. ഒരു മുറിയെന്ന് പറയുവാനാവില്ല, ചെറിയ ഒരിടം. ആർ ശ്രീലേഖ. ഓഫീസ് കെട്ടിട വിവാദത്തിനിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ ശ്രീലേഖയുടെ ഓഫീസ് പ്രവർത്തനമാരംഭിച്ചു. ചെറിയൊരിടത്ത് സേവനമാരംഭിച്ചെന്ന് ആർ ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇന്ന് മുതൽ സേവനം തുടങ്ങി. ഒരു മുറിയെന്ന് പറയാനാവില്ല, ചെറിയൊരിടം. ആത്മാർത്ഥതയുള്ള ഒരു ജനസേവികയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാം. ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് അടുത്ത ബന്ധം. ചോദ്യം ചെയ്യൽ മനഃപൂർവ്വം നീട്ടി വി ഡി സതീശൻ. ശബരിമല സ്വർണക്കൊള്ളയിൽ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സിപിഐഎമ്മിന് ക്ഷീണമുണ്ടാക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മനഃപൂർവ്വം നീട്ടിവെക്കുകയായിരുന്നു. കോടതി ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട്. കടകംപള്ളിയെ ചോദ്യം ചെയ്തത് രഹസ്യമാക്കി വച്ചു. ആരും നിഷ്കളങ്കരല്ലെന്നും കൂടുതൽ പേരുകൾ ഇനിയും പുറത്തുവരുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. പുതുവത്സരത്തിൽ 10 ലക്ഷം പേർ വ്യായാമത്തിലേക്ക്. അംഗനവാടി മുതൽ IT പാർക്ക് വരെ പരിശീലനം. മന്ത്രി വീണ ജോർജ്. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിൻ 2026 ജനുവരി 1 രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആർദ്രം മിഷൻ പ്രവർത്തനങ്ങൾ 2ാം ഘട്ടത്തിലാണ്. താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനങ്ങൾ ആരംഭിക്കുവാൻ കഴിഞ്ഞു. കാത്ത് ലാബ് ഇല്ലാതിരുന്നത് ഇടുക്കി ജില്ലയിൽ മാത്രമായിരുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിലും അടിമാലി ആശുപത്രിയിലും കാത്ത് ലാബ് ഒരുങ്ങുന്നു. ശൈലി ആപ്പിന്റെ പ്രവർത്തനം 3ാം ഘട്ടത്തിലാണ്. സംസ്ഥാനത്ത് 33% പേരും രക്താതിസമ്മർദ്ദം ഉള്ളവരാണ്. സ്ത്രീ ക്ലിനിക്ക് 2.34 ലക്ഷം ക്ലിനിക്കുകൾ ആരംഭിച്ചു. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് നടപ്പാക്കും. വയനാട് ജനുവരി 10 വീട് തറക്കല്ലിടുന്ന കാര്യത്തിൽ തീരുമാനം. അഡ്വാൻസ് കൊടുത്തു ടി സിദ്ദിഖ് MLA. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ ഡിസംബർ 28 നടത്തണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞതെന്നും ടി സിദ്ദിഖ് MLA. കോൺഗ്രസ് പറഞ്ഞ പദ്ധതിയിൽ നിന്നും പുറകോട്ട് പോകില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് നടപ്പാക്കും. കോൺഗ്രസ് വീട് വൈകിയത് സാങ്കേതിക നിയമപ്രശ്നങ്ങളുണ്ട്. ജനുവരി 4, 5 തീയതികളിൽ കോൺഗ്രസ് ക്യാമ്പ് വയനാട് നടക്കും. സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. ജനുവരി 10 വീട് തറക്കല്ലിടുന്ന കാര്യത്തിൽ തീരുമാനം പറയും. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ടൌൺഷിപ്പ് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അത് കോൺഗ്രസ് പാലിച്ചിരിക്കും. സർക്കാർ നിർമ്മിക്കുമെന്ന് പറഞ്ഞ വീടുകളുടെ നടപടികൾ എത്ര തവണ മാറ്റിയിട്ടുണ്ടെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പത്തനംതിട്ട ചിറ്റാറിൽ കിണറ്റിൽ വീണ കടുവയെ പുറത്തെടുത്തു. വില്ലൂന്നിപ്പാറയിലെ കിണറ്റിൽ കടുവ അകപ്പെട്ടിട്ട് 12 മണിക്കൂർ പിന്നിടുമ്പോഴാണ് പുറത്തെടുത്തത്. കടുവയ്ക്ക് ഒരു തവണ മയക്കുവെടി വെച്ചുവെന്നാണ് വിവരം. വല ഉപയോഗിച്ച് കുരുക്കിയാണ് കടുവയെ പുറത്തേക്കെടുത്തത്. കടുവയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് DFO മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി കേസ് അന്വേഷണ സംഘം വിപുലീകരിക്കും. SIT ആവശ്യം അംഗീകരിച്ച് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. 2 ഉദ്യോഗസ്ഥരെ സംഘത്തിൽ അധികമായി ഉൾപ്പെടുത്താമെന്ന് കോടതി. ഉദ്യോഗസ്ഥരുടെ കുറവ് അന്വേഷണത്തെ ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു SIT ഹൈക്കോടതിയെ സമീപിച്ചത്.
അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. SITക്ക് കോടതി അനുവദിച്ച സമയം ജനുവരി 5-ന് അവസാനിക്കുകയാണ്. ഇതിനു മുന്നോടിയായാണ് അന്വേഷണ സംഘ വിപുലീകരണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് SITയുടെ ഹർജി പരിഗണിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.